ഓം ശാന്തി. ഇന്ന് വളരെ മാജിക്കലായിരിക്കുന്ന ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്. 10 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സ്വപ്നത്തെ ആകർഷിക്കാനുള്ളതായിട്ടുള്ള ഒരു നൂതനമായിരിക്കുന്ന വിദ്യ. സങ്കല്പത്തിൻ്റെ, ശ്വാസത്തിൻ്റെ സങ്കലനം ചേർന്നതായിരിക്കുന്നൊരു വിദ്യ. നിങ്ങൾക്കറിയോ, നമ്മുടെ ഉപബോധ മനസ്സ് മാക്സിമം അതിൻ്റെ ശക്തി എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നിമിഷങ്ങൾ, ജീവിതത്തിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രതികരിച്ചേ പറ്റൂ എന്ന് പറയുന്നതായിട്ടൊരു പോയിന്റ്. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്ത് പോവുകയാണ്, പണ്ട് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്നൊരു ബുക്കുണ്ട്, ഇപ്പം ഉണ്ടായിരിക്കും, ഞാൻ പണ്ട് വായിക്കുമായിരുന്നു ആ ബുക്ക്. ആ റീഡേഴ്സ് ഡൈജസ്റ്റിൽ വായിച്ചതായിരിക്കുന്ന ഒരു അനുഭവം, ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ അനുഭവം ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. അമ്മ കുഞ്ഞിനെയും കൊണ്ട് കാർ ഓടിപ്പിക്കുക, സ്പീഡ് ട്രാക്കിൽ, വിദേശത്താണ്. ഓടിച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് വെച്ച് പെട്ടെന്ന് കാറ് സ്ലിപ്പായിട്ട് തെറിച്ചു പോയി കഴിഞ്ഞ ശേഷം ഡോറ് തുറന്നിട്ട് ആദ്യം കുട്ടി പോയി വീണു. ആ കുട്ടിയുടെ അടുത്ത് തന്നെ അമ്മ വീണു. അമ്മ കാണുന്നത് അടുത്ത സെക്കൻഡിൽ, ഇതൊക്കെ പറയാൻ എത്ര സമയം, ഒരു ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് പോലും വേണ്ട, നിങ്ങൾക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ ആ സീന്. കാറ് പറന്നു വരുന്നത് കാണുന്ന അമ്മ ഒരൊറ്റ കൈ കൊണ്ട് ആ കാറിനെ അങ്ങ് തള്ളി മറിച്ചിടുകയാണ്. ആ പവർ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. പറന്നു വരുന്ന കാറിനെ കിടന്നുകൊണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു കൈ കൊണ്ട് തള്ളി മറയ്ക്കുകയാണ്, അവരുടെയും കുഞ്ഞിൻ്റെയും മേലെ വീഴാതെ. കണ്ടു നിൽക്കുന്നവരെ ശ്വാസം നിന്ന് പോയി. അവർ അത്ഭുതത്തോടു കൂടി ഓടി വരികയാണ്, ആ സ്ത്രീനെയും കുഞ്ഞിനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർ ചോദിക്കുകയാണ് ഈ സ്ത്രീയുടെ അടുത്ത്, നിങ്ങളുടെ ശക്തിയെ, എന്തൊരു പവറാണ് നിങ്ങൾക്ക്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ശക്തി കിട്ടുന്നത് എന്ന്. ആ സ്ത്രീക്ക് മിണ്ടാൻ തന്നെ വയ്യ. വിറച്ചുകൊണ്ട് ശരീരം ആലില പോലെ വിറയ്ക്കുകയാണ്. ഭയം കൊണ്ട് ശബ്ദം നിലച്ചു പോയിരിക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ആ സ്ത്രീ പറഞ്ഞു, എവിടെ നിന്ന് ശക്തി കിട്ടി, എന്ത് സംഭവിച്ചു എനിക്കറിയില്ല, ബട്ട് ആ സമയത്ത് എൻ്റെ കുഞ്ഞ് മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഒരു അമ്മയുടെ ശക്തി. ഒരു സെക്കൻഡിൽ എൻ്റെ കുഞ്ഞിന് എന്തോ സംഭവിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹത്തിൻ്റെ ശക്തിയിൽ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആവുന്ന നിമിഷം അവിടെ ശാരീരികമായിരിക്കുന്ന ശക്തി അതൊരു കരിയിലെ പോലെയാണെങ്കിലും അത് ഒരു ബുൾഡോസറിൻ്റെ ശക്തിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഞാൻ ഉറക്കത്തിലുള്ള ഉപബോധ മനസ്സിൽ പ്രവർത്തിക്കുന്ന പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചേച്ചിയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവർക്കൊരു അനിയനുണ്ടായിരുന്നു. അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായി. അവൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, വീട്ടിൽ പണ്ട് കാലത്തൊക്കെ തുണി മടക്കി വയ്ക്കുന്ന, ഞങ്ങൾ ട്രങ്ക് എന്നാണ് പറയുക, ഒരു ഇരുമ്പിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. 4 പേരെടുത്ത് പൊക്കുന്നതായിട്ടുള്ള സാധനം ഈ 8-10 വയസ്സ് കാണുമായിരിക്കും കുഞ്ഞിന്. അവനത് എടുത്തു കൊണ്ടുവന്നിട്ട് ഈ അനിയൻ്റെ മേലെ കയറ്റി വെച്ചു. ഈ കുട്ടി ശ്വാസം മുട്ടി പിടച്ച് കരഞ്ഞു. വീട്ടുകാരുണർന്നു, ഇവൻ ഉറക്കത്തിലാപ്പോഴും. ഇവൻ തട്ടി ഉണർത്തി വേഗം പെട്ടി മാറ്റി. ഉറക്കത്തിൽ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ ട്രങ്ക് ചെറിയ കുട്ടിക്ക് ഈസി ആയിട്ട് എടുത്ത് കൊണ്ട് നടക്കാൻ സാധിച്ചു. ഉപബോധ മനസ്സിൻ്റെ ശക്തി അത് വളരെ പവർഫുള്ളാണ്. ആ ശക്തിയെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തിയും കൂടി കൂട്ടിയിണക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ 10 സെക്കൻഡ്സ് മീൻ 10 സെക്കൻഡ്സ് പെർഫെക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായാൽ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ലൈഫിലുള്ള പല കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ സാധിക്കും, സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, ഉണർന്നിരുന്ന് ചെയ്യുന്ന ഒരു ചെറിയ പ്രക്രിയ. കുറച്ച് നാളത്തെ അഭ്യാസം വേണം അത് ചെയ്യാനായിട്ട്. കുറച്ച് നാളത്തെ എന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇച്ഛാശക്തിയോടെ അത്രയും ഇൻട്രസ്റ്റോടെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. ആദ്യം നമ്മുടെ ശ്വാസത്തിന് എത്ര സമയം, കൂടുതൽ സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം നിലനിർത്താൻ സാധിക്കുമെന്ന് നമ്മൾ നോക്കണം. 10 സെക്കൻഡ് സമയം ഉള്ളിൽ ശ്വാസം എടുത്ത ശേഷം പിടിച്ച് നിർത്തിയിട്ട് ആ പിടിച്ച് നിർത്തിയ മൊമെൻറ്റ് മുതൽ നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ വേണ്ടത് ആ കാര്യത്തിന് നിങ്ങൾ വിഷൻ കാണാൻ ശ്രമിക്കണം, ഡ്രീം ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ പലതവണ മറ്റു പല വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മെൻ്റൽ മൂവി, 1 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മെൻ്റൽ മൂവി ആണെങ്കിലൊക്കെ വേണ്ട 10 to 30 സെക്കൻഡ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു 30 സെക്കൻഡോ 40 സെക്കൻഡ് കൊണ്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മെൻ്റൽ മൂവി. ഫോർ എക്സാമ്പിൾ, എനിക്ക് 1 കോടി രൂപയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു എന്നുള്ള മെസ്സേജ് കാണുന്നു. ഞാൻ എൻ്റെ ബാങ്കിൽ വിളിച്ചത് ക്ലാരിഫൈ ചെയ്യുന്നു, എനിക്കത് വന്നു, ഞാൻ സന്തോഷം അനുഭവിക്കുന്നു, ആ പൈസ കിട്ടി എൻ്റെ എല്ലാ പ്രോബ്ലം തീർന്നതിന് ആനന്ദം അനുഭവിക്കുന്നു. മിനിമം ഇത്രയും സ്റ്റെപ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 30 മുതൽ 40 സെക്കൻഡ് വരെയുള്ളതായിട്ടുള്ള ഒരു മെൻ്റൽ മൂവി. പോട്ടെ 10-15 സെക്കൻഡ് ആക്കിയാൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ആ സമയത്ത് അത് ക്ലിയർ ഫീൽ ചെയ്യണം. ശ്വാസത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ വിഷൻ നിങ്ങൾ കാണാം. തോട്ട്സും ഫീലിങ്സും
എനർജി പ്ലസ് ഈ ശരീരം പിടിച്ചു നിർത്തിയിരിക്കുകയാണ്, ശ്വാസഗതിയെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ആ ചെയ്യുന്ന ഒരു സെക്കൻഡിൽ ഉപബോധ മനസ്സിൻ്റെ മാക്സിമം പവർ ഉണർന്നു വരും. അതിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള പ്രകമ്പനങ്ങൾ തടയാൻ പറ്റാത്ത തരംഗങ്ങളായിക്കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുകയും വളരെ പെട്ടെന്ന് ആ ഡ്രീം നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇതിന് 10 സെക്കൻഡ് സമയം നിങ്ങളുടെ ശ്വാസത്തെ പിടിച്ചു നിർത്തി അടുത്ത 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഈ വിഷൻ കാണാൻ സാധിച്ചാൽ മതി. ഇങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിനേക്കാൾ മുന്ന് നിർബന്ധമായിക്കൊണ്ടും ഈ രീതിയിൽ ശ്വാസത്തെ പിടിച്ചു നിർത്തി നമ്മൾ ആ വിഷൻ കണ്ട് അതിൽ ജീവിച്ച് റിലാക്സ് ശ്വാസത്തെ പതുക്കെ വിടുമ്പോൾ അതോടുകൂടിയിട്ട് ഫീൽ ചെയ്യണം ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ ആനന്ദത്തിൽ എല്ലാം നേടിയെടുത്ത ആൾ ഞാൻ എന്നുള്ള ആനന്ദത്തിൽ ഉറങ്ങിക്കോളൂ. വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് നടന്നു വരും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.